ആസാദിന്റെ ഭരണകാലത്ത് എല്ലാ കാലത്തും സിറിയ ആശ്രയിച്ചിരുന്നത് റഷ്യയെ ആയിരുന്നു. ഇതുകൊണ്ട് തന്നെ സിറിയയിലെ ആസാദിന്റെ ഭരണത്തിൽ വിമതർ അന്ത്യം കുറിച്ചപ്പോൾ സിറിയ വിട്ട് ആസാദ് റഷ്യയിൽ അഭയം തേടിയിരുന്നു. ഇതേ തുടർന്ന് റഷ്യയിലേക്ക് 2 വർഷം കൊണ്ട് 10,000 കോടി രൂപ, ഏകദേശം 200 മില്യൺ പൗണ്ട് ഇയാൾ റഷ്യയിലേക്ക് പല തവണകളായി വിമാനമാർഗം എത്തിച്ചത്. 2018-നും 2019-നും ഇടയിൽ 2 ടണ്ണോളം നോട്ടുകെട്ടുകളുമായാണ് റഷ്യയിലെ ബാങ്കുകളിൽ നിക്ഷേപിച്ചത്. ഇതിനായി റഷ്യയിലെ കൂലിപ്പട്ടാളമായ വാഗ്നർ ഗ്രൂപ്പിന്റെ സഹായവും സിറിയയ്ക്ക് യഥേഷ്ടം ലഭിച്ചിരുന്നു. ഇതേ കാലയളവിൽ തന്നെയാണ് ആസാദിന്റെ കുടുംബം റഷ്യയിൽ വൻതോതിൽ വസ്തുക്കൾ വാങ്ങിക്കൂട്ടിയതും. ഫിനാൻഷ്യൽ ടൈംസ് എന്ന മാധ്യമമാണ് പുറത്തു കൊണ്ടുവന്നത്. 2018-ൽ 21 വിമാനങ്ങളിലായി $250 മില്യൺ ഇത്തരത്തിലെത്തിച്ചത്. റഷ്യയിൽ നിന്ന് ഗോതമ്പ് വാങ്ങിയിട്ട് ആ പണം പ്രതിരോധത്തിന് ചെലവിനായി മാറ്റിവെച്ചു എന്ന് കണക്ക് നൽകിയിരിക്കുന്നത്. 2015-ൽ സിറിയയിൽ വിമത മുന്നേറ്റമുണ്ടായ സമയത്ത് അതിനെ അടിച്ചമർത്തിയത് റഷ്യൻ സൈന്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായിരുന്നു. 6 വർഷമായി സിറിയയുടെ സാമ്പത്തിക രംഗം തകർന്നിട്ട്. സിറിയയിൽ HDS വിമതസേന അധികാരം പിടിച്ചതോടെ സിറിയൻ പ്രസിഡന്റ് ആസാദ് റഷ്യയിൽ അഭയം പ്രാപിച്ചു. ഇതേ സമയം ആസാദിന്റെ ഒളിച്ചോട്ടത്തിന് തൊട്ടു പിന്നാലെ സിറിയയുടെ ആയുധ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന് റിപ്പോർട്ടുണ്ട്. ഇസ്രായേലിന്റെ ആക്രമണങ്ങളെക്കുറിച്ച് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. 1 വർഷത്തിലേറെയായി മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലും ഇറാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സംഘർഷത്തിലാണ്. ഇതിന് പിന്നാലെ സിറിയയിലും സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വിമതരുടെ സംഘടന ആസാദ് സർക്കാരിനെ നിലം പതിപ്പിച്ചു. ഇതേ തുടർന്ന് ആസാദ് പ്രസിഡന്റ് രാജ്യം വിടുകയും റഷ്യയിലേക്ക് അഭയം തേടുകയും ചെയ്തു. സിറിയയിൽ നിന്ന് ആസാദിന് പോകുന്നതിന് ആസാദ് സ്വന്തം രാജ്യത്തിൻ്റെ സൈനിക രഹസ്യങ്ങൾ ഇസ്രായേലിന് നൽകി. തൻ്റെ കുടുംബത്തെയും താനും പോകുന്ന വിമാനം ഇസ്രായേൽ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് തുർക്കിയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അല്ലെങ്കിൽ ഇത്രയും കൃത്യമായി സിറിയയിലെ സൈനിക ഡിപ്പോകളെ ആക്രമിക്കാൻ സാധിച്ചത് എങ്ങനെയെന്നാണ് ചോദിക്കുന്നത്. തുരുതുരയായിട്ടാണ് ഇസ്രായേൽ ആക്രമിച്ചത്. ആസാദ് സ്വന്തം രാജ്യത്തെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ ഇസ്രായേലിന് കൃത്യമായ വിവരങ്ങൾ നൽകിയിരുന്നു എന്ന് പറയുന്നു. ഏതായാലും ആസാദും കുടുംബവും സിറിയയിലെ ജനങ്ങളെ ദുരിതത്തിലാക്കി സുഖവാസ ജീവിതമാണ് റഷ്യയിൽ നടത്തുന്നത്.